നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് ജില്ലയിലെ നീർവാരം എന്ന സ്ഥലത്താണ്. ഒരുപാട് ഐതിഹ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അതായത് ചങ്ങലപ്പാറ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേകതരം പാറ. ചങ്ങലപ്പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ങലയ്ക്ക് സാമ്യമുള്ള രീതിയിൽ സുഷിരങ്ങളുള്ള പാറയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്നും ഇതിൻ്റെ എൻട്രൻസ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാറിയാണ് ഈ ചങ്ങലപ്പാറയുള്ളത്. ഇവിടേക്കുള്ള റോഡ് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, വനത്തിൽ കൂടിയുള്ള റോഡാണല്ലോ. അപ്പോൾ കുറച്ച് ദുർഘടം പിടിച്ച പാതയാണ്. അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രം കൂടിയാണ് ഇവിടം. ഏത് സമയത്തും ആനയാണ് കൂടുതലും ഇവിടെ പ്രത്യക്ഷപ്പെടാറുള്ളതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ ആനയുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിജനമായി കിടക്കുകയാണ് ഈ ഭാഗം. പിന്നെ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരത്തേക്കാണ്. അപ്പോൾ നമുക്ക് ഒന്ന് അവിടേക്ക് പോയി നോക്കാം. നീർവാരത്തിനടുത്ത് പുതുശ്ശേരി വനത്തിനുള്ളിലെ ചങ്ങലപ്പാറ കാണുന്നതിന് മുമ്പായി വനാതിർത്തിയിൽ വിറക് ശേഖരിക്കുന്ന ആദിവാസി വിഭാഗങ്ങൾ വില്ലേജ് ന്യൂസിനോട് ദുർഘട പാതയെക്കുറിച്ചും ദൈവികമായ ആചാരങ്ങളെക്കുറിച്ചും വിവിധ ചികിത്സാ രീതികളെക്കുറിച്ചും പങ്കുവച്ചു. ഈ വനമേഖലയോട് ചേർന്ന് തന്നെ നിരവധി ആദിവാസി വിഭാഗങ്ങൾ താമസിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു വിഭാഗമാണ് കാട്ടുനായ്ക്ക വിഭാഗം. അവർ കൂടുതലായും വിറക് ശേഖരിക്കുന്നതിനായാണ് വനത്തിൽ വരാറുള്ളത്. അങ്ങനെയുള്ള കുറച്ച് ചേച്ചിമാരെ നമ്മൾ പരിചയപ്പെട്ടു. അതിൽ എടുത്തു പറയത്തക്ക വിധത്തിൽ നമ്മളോട് കൂടുതൽ സംസാരിക്കാൻ തയ്യാറായ ലക്ഷ്മി ചേച്ചി നമ്മളുടെ കൂടെയുണ്ട്. എന്താണ് ചേച്ചി, ആനയുടെ ശല്യമുണ്ട്? ആനയുടെ ശല്യം ഭയങ്കരമാണ്. മഴക്കാലത്തൊക്കെ ചക്ക മാങ്ങുള്ള സമയത്ത് അധികര ശല്യം തന്നെയാണ് ഞങ്ങൾക്ക്. പിന്നെ ഈ വനത്തിലൂടെ ഈ സമയം വേനൽക്കാലമായി വരുമ്പോൾ വനത്തിലൂടെ ആയിരിക്കും കൂടുതൽ ശല്യം ഉണ്ടാവുക. അപ്പോൾ നമുക്ക് പിന്നെ പിള്ളേരും കൊണ്ടും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ പഠിക്കാനും എല്ലാത്തിനുമൊക്കെ സൗകര്യവും കുറവാണ് ഞങ്ങൾക്ക് ഈ ആനയുടെ കൊണ്ട്. പിന്നെ പറമ്പിൽ കൂടെ ഒക്കെ വരും. ചക്ക മാങ്ങ ഉള്ള സമയത്ത് കറണ്ടും അന്നേരം ഉണ്ടാവില്ല. ആ സമയത്ത് എന്താണ് ഇപ്പോൾ നിലവിൽ നിങ്ങൾക്കുള്ള വരുമാന മാർഗം? വരുമാനം ഞങ്ങൾ കൂലിപ്പണിക്ക് പോവും. കൂലിപ്പണിക്ക് എടുത്ത് കിട്ടുന്നതിൽ മക്കളുടെ കാര്യവും നോക്കണം, ചിലവ്. തൊഴിലുറപ്പ് ജോലിക്ക് പോകും. അപ്പോൾ അത് ഇപ്പോൾ ഈ പ്രാവശ്യമായിട്ട് കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് തൊഴിലുറപ്പിൻ്റെ. കാട്ടുനായ്ക്ക വിഭാഗത്തിൽപ്പെടുന്ന ഇവർക്ക് പാരമ്പര്യമായി ഒരുപാട് ചികിത്സാ രീതികളും ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ചികിത്സാ രീതികൾ ഇപ്പോഴും നടത്തിക്കൊണ്ടു പോവുകയാണ് ഈ ലക്ഷ്മി ചേച്ചി. നിരവധി ആളുകളാണ്, അതായത് ജില്ലയ്ക്കകത്തു നിന്നും പുറത്തു നിന്നും നിരവധി പേരാണ് ചികിത്സയ്ക്ക് മാത്രമായി തേടിയെത്തുന്നത്. ഏതൊക്കെ രീതിയിലുള്ള ചികിത്സാ രീതികളാണ്? ഞങ്ങൾ തലവേദനയ്ക്ക്, പിന്നെ വിട്ടുമാറാത്ത തലവേദന ഉണ്ടെങ്കിൽ അതിന് മരുന്ന് കൊടുക്കാറുണ്ട്. പിന്നെ വയറുവേദന, അതിനുള്ള മരുന്ന് കൊടുത്തിട്ട് ഭേദമായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഉളുക്ക്, ഈ ചതവൊക്കെ ഇങ്ങനെയുള്ള രീതിയിലുള്ള എണ്ണ കാച്ചി കൊടുക്കാറുണ്ട്.
അപ്പോൾ അതും പിന്നെ നീരൊക്കെ ആയിട്ട് വരുന്ന ആ രീതിയിലൊക്കെ ഞങ്ങളിത് ചെയ്തിട്ട് നല്ല മാറ്റം കണ്ടിട്ടുണ്ട്. വന്ന ആളുകളിൽ നിന്ന് സപ്പോർട്ട് ഞങ്ങൾക്ക് എവിടെ നിന്നൊക്കെ കേട്ടിട്ടുണ്ട്. അന്ന് ദൂരം നിന്നൊക്കെ വരാറുണ്ട്. കണ്ണൂർ, പിന്നെ അല്ലാണ്ട് പിന്നെ മൈസൂർ അങ്ങനെയുള്ള സ്ഥലത്ത് എത്താറുണ്ട്. എവിടുന്നാണ് നിങ്ങൾ ശേഖരിക്കുന്നത്? ഞങ്ങൾ കാട്ടിലൂടെ ചെറിയ ഭേദാവാനുള്ള മരുന്ന് തന്നെയാണത്. വരുമ്പോൾ കണ്ടല്ലോ അവിടെ ഒരു അമ്പലം അടുത്ത വസ്തു. ആ അമ്മേൻ്റെ സ്ഥാനമാണ് ഇവിടെയാണ്. ഇവിടെയാണ്. അപ്പോൾ അവർ ഇവിടെ നിൽക്കാൻ സ്ഥലമില്ലാത്ത കൊണ്ടാണ് പിന്നെ അവർ ഇവിടേക്കാണ് അമ്മ വരുന്നത്. ഇവിടെയുള്ള ഈ അമ്മയുടെ എന്തൊക്കെയാണ് പ്രാധാന്യം? ഇവിടെയുള്ള ഈ അമ്മയ്ക്ക് ഇവിടെയുള്ള അമ്മയ്ക്ക് എന്താ പ്രധാനം? തേങ്ങ പൊട്ടിക്കലും പൂജ കഴിക്കലും ഒക്കെ ഈ മരത്തിൻ്റെ ചുവട്ടിലാണ്. ഈ മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് ഇവിടുന്ന് വന്ന് എല്ലാം ഒരുക്കി കൊണ്ടുപോകും അങ്ങോട്ടേക്ക്. ഒരാളെ മേത്ത് കയറ്റിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ അവിടെ എല്ലാ സദ്യങ്ങളും എല്ലാം തീരുന്നത് അവിടെയാണ്. അപ്പോൾ ഇവിടെ ഒരു വൃത്തിയായിട്ട് കിടക്കുകയാണെങ്കിൽ ഞങ്ങൾക്കും ശരിയാണ്, മക്കൾക്കൊക്കെ വന്ന് നിൽക്കാനും താല പിടിക്കാനും ഇവിടുന്ന് താലമുണ്ട്. നമ്മളിപ്പോൾ ചങ്ങലപ്പാറയുടെ സമീപത്ത് എത്തിക്കഴിഞ്ഞു. നമുക്കറിയാം, വരുന്ന വഴി നമ്മൾ പരിചയപ്പെട്ട ആദിവാസി വിഭാഗങ്ങൾ അവർ തന്നെ പറഞ്ഞിട്ടുള്ള വിവിധങ്ങളായ ഐതിഹ്യങ്ങളും നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ചങ്ങലപ്പാറയുടെ അടുത്തേക്ക് പോകാം. ഇതാണ് ചങ്ങലപ്പാറ. സുഷിരങ്ങൾ വലിയ രീതിയിലുള്ള ആ ചങ്ങല ഉപയോഗിച്ച് ചങ്ങലയ്ക്ക് സാമ്യമുള്ള രീതിയിൽ തന്നെയുള്ള സുഷിരങ്ങളാണ് ഈ കാണുന്നത്. ഏകദേശം പിന്നെ ഒരുപാട് വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ദൃശ്യങ്ങൾ നമ്മൾക്ക് കാണാം. വനത്തിനുള്ളിലെ ഈ ചങ്ങലപ്പാറ കൗതുക കാഴ്ചയായി മാറുകയാണ്. ഒരേ നിരപ്പിൽ നിരവധി ദ്വാരങ്ങളാണ് പാറയിൽ വേറിട്ട കാഴ്ചയാവുന്നത്. പാറയുടെ ഒരു വശത്തു നിന്നും തുടങ്ങുന്ന ദ്വാരങ്ങൾ 100 മീറ്റർ പിന്നിട്ട് മറുവശത്തേക്ക് നീളുകയാണ്. പാറയുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്കിടയിൽ കാര്യമായ അറിവില്ലെങ്കിലും ഒരേ നിരപ്പിൽ ഇങ്ങനെ ദ്വാരങ്ങൾ ഉണ്ടാവണമെങ്കിൽ ആരെങ്കിലും നിർമ്മിച്ചതാണെന്ന നിഗമനത്തിലാണ് നാട്ടുകാരുള്ളത്. ശരിക്കും അറിയില്ല. പണ്ട് പറയുന്നത് ആർപ്പുഴം വേടൻ എന്ന് പറഞ്ഞ സാധനം തുളച്ചതാണോ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞത്. ഇത് എന്തിനു വേണ്ടി തുളച്ചിട്ടുണ്ടാവും? അവരെന്തിനോ ഒരു അമ്പലം ഉണ്ടാക്കാനോ എന്തിനു വേണ്ടിയിട്ടോ എന്ത് പണിയെടുത്തതാ പണ്ട് കാലത്ത്. അതല്ലാതെ കണ്ട് നമുക്കൊന്നും അതിൽ കാര്യമായിട്ട് പറയാനൊന്നും ആവില്ല. ഇത് എത്ര വർഷം ഇങ്ങനെ പഴക്കമുണ്ട്? ഇത് എത്ര വഴക്കാന്ന് നമ്മൾ തന്നെ ഉണ്ടാവുന്നതിന് എത്ര കാലമുള്ള. അതേസമയം പാറയിലെ ദ്വാരങ്ങൾ പണ്ട് കാലത്തെ സാങ്കേതിക വിദ്യയുടെ പ്രതിഫലനമാണെന്നും പറയപ്പെടുന്നു. പാറ പൊട്ടിക്കാനുള്ള വെടിമരുന്ന് പ്രത്യേക നൂലിൽ കോർത്ത് നിശ്ചിത അകലത്തിൽ പാറയിൽ ചുറ്റിയതാണ് പാറയിലെ ഇന്നത്തെ ദ്വാരത്തിന് കാരണമെന്നും അനുമാനിക്കപ്പെടുന്നുണ്ട്. പനമരത്തെ പുഞ്ചവയലിലുള്ള കള്ളമ്പലങ്ങൾക്ക് കരിങ്കൽപ്പാളികൾ ഇവിടെ നിന്നും ശേഖരിച്ചുവെന്നും വിശ്വസിക്കുന്നവർ നിരവധിയാണ്. ഞാനിതിങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നത് കേട്ടിട്ടാണ് ഇത് വന്നത്. പക്ഷേ വർഷങ്ങൾ പഴക്കമുണ്ട്. ശരിക്കും ഇത് കാണുമ്പോൾ ഒരു അത്ഭുതം തോന്നുന്നു. കാരണം ചങ്ങല പോലെ തന്നെ പാറേൻ്റെ മുകളിൽ ഒരു ചങ്ങല പോലെ തന്നെയാണ് ഇത് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതൊരു വലിയ ഒരു അത്ഭുതമായിട്ട് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. കല്ലിൻ്റെ ഉപയോഗം ആവശ്യത്തിന് തികഞ്ഞപ്പോൾ ബാക്കി ഭാഗം ഉപേക്ഷിച്ചു പോയതാണെന്ന നിഗമനത്തിലാണ് പ്രദേശത്തെ പഴമക്കാരുള്ളത്. കാനനപാതയിലൂടെയുള്ള സഞ്ചാരവും സഞ്ചാരികൾക്ക് ഉന്മേഷമേകുമെന്നതും തീർച്ചയാണ്. ഏതായാലും ചങ്ങലപ്പാറ കാണാനും ആസ്വദിക്കാനുമായി ധാരാളം ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേരാറുള്ളത്. ചങ്ങലപ്പാറയുടെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. വേറിട്ട കാഴ്ചയുമായി ഉടൻ തന്നെ ഞങ്ങളെത്തും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.